ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞാൻ റവദോശയും മുട്ട റോസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. കണ്ടോ, മുട്ട റോസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. സത്യം പറയാലോ, ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, മറന്നു പോച്ച്. പക്ഷേ ഞാൻ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെമ്മീൻ റോസ്റ്റിൻ്റെ ചൂട് ആവി പോണ് കണ്ടോ. ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനേ എന്താ പറയുക, ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ചോറ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോവാണല്ലോ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വേഗം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പോവുള്ളൂ. ആ പോണ സമയമാകുമ്പോഴേ കുളിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് വരാം കേട്ടോ. അപ്പം അതാ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ നമുക്ക്. ഈ ബ്ലൗസേ ഞാൻ മീഷോന്ന് എടുത്ത ഒരു ബ്ലൗസാണ്. ഞാൻ സാരിയാണ് ഉടുക്കണത് കല്യാണത്തിന്. അപ്പോൾ മറ്റന്നാളൊരു കല്യാണം ഉണ്ട്, അപ്പോൾ ഞാൻ സാരി ഉടുക്കുന്നത്. അപ്പം അതിന് വേണ്ടി മേടിച്ച ബ്ലൗസ് അല്ലായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒറ്റ ബ്ലൗസുകളും എൻ്റെ സാരികൾക്കും സ്യൂട്ടല്ല. അപ്പോൾ ഞാനൊരു സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ അത് എടുക്കാമെന്ന് ചോദിച്ചു. അതേപോലെ ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ പക്ഷേ അപ്പോഴേക്കാണ് കല്യാണം, ഒരു പെട്ടെന്നാണ് നമ്മൾ കല്യാണം ക്ഷണിച്ചത്. അപ്പോൾ ഈ ബ്ലൗസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സാരികളും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൗസാണ് ഞാൻ എടുത്തത്. അങ്ങനെ മീഷോന്ന് 2 ബ്ലൗസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ മിന്ത്രയിൽ നിന്ന് പണ്ട് ഒരു ചുരിദാർ ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഈ ചുരിദാർ ഇട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ ചേട്ടനെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ചുരിദാർ ഒന്ന് കാണിക്കാം, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ചുരിദാറാണ് കേട്ടോ ഇടുന്നത്. ഇത് എങ്ങനെയുണ്ട്, അതിൽ കാണാനായിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ടുണ്ടോ? ഇത് ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ചൂടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് എടുത്തിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ചുരിദാറാണ് ഇടാന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഈ ചുരിദാറാവട്ടെ ഇടാ. ഇത് അത്ര വലിയ ക്വാളിറ്റി വെച്ചാല് 800 സംതിങ് 900 എത്ര കട അന്ന് അത്രയും ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇത് അതിന്റെ അത്രയും ഉണ്ടായിരുന്നു ഞാൻ എടുക്കണ സമയത്ത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പാൻറ്റാണിത്. ഇതൊക്കെ നന്നായി ഇട്ടോക്കിയിട്ട് പിന്നെ അങ്ങനെ തന്നെ ഈ പാൻറ്റാണ്. പിന്നെ ഇത് നന്നായിട്ടുണ്ട് ഏട്ടാ. ഇത് ഇട്ടാൽ മതിയോ? ഇത് മതിയോ? പിന്നെ ഇത് നല്ല ഷോളാണ്. ഇതിൻ്റെ ഷോൾ അടിപൊളി ഷോളാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുക്കാൻ. ഞാൻ നേരത്തെ ഇട്ട ഒരു ഡ്രസ്സ് മാറിയിട്ട് എന്ന് വെച്ചാൽ വിയർത്ത് അപ്പൊ ഈ ഡ്രസ്സിന്റെ കൂടെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മാറിയിട്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പട്ടുസാരി ഇതിന്റെ കൂടെ സ്യൂട്ട് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പൊ അത് എങ്ങനെ ഉണ്ടോന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം പട്ടുസാരികൾ എടുത്തു വെച്ചത്. ഇത് കാണിക്കാം. അപ്പൊ ഏതൊക്കെ ഉടുക്കണേന്നൊക്കെ ഒന്ന്. ഇത് പച്ചസാരി ഉടുക്കാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത് വേണ്ട വിചാരിച്ചു. ഞാനും ഇതൊരു മഞ്ഞ. എൻ്റെ സാരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് എനിക്ക് ഇവര് കല്യാണത്തിന്, അത് മ്യൂറലാട്ടോ, മ്യൂറൽ ചെയ്തതാണ്. ഗുരുവായൂർ എവിടെയാണെന്ന് പറഞ്ഞ് സിസ്റ്റർ ലോസ് ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് എനിക്ക് തരാൻ വേണ്ടി. ഇതെൻ്റെ കല്യാണ സാരിയാണ്, കെട്ടുസാരിയാണ്. ഞാൻ മറിച്ചാണ് ഇതാ ഇങ്ങനെ മടക്കി ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കെട്ടുസാരി. പിന്നെ ഇത് നല്ല ഈ പച്ചക്കാണ് ഞാൻ എടുക്കുന്നത്. ഈ പച്ചയും അല്ല സോറി ഈ പച്ചയും നീലി പച്ചയും ഉണ്ടല്ലേ, അതുകൊണ്ടാണ് പച്ച എന്ന് പറഞ്ഞത്. ഈ പച്ചയും ഇത് സൂപ്പറായിട്ടുണ്ടോ കേട്ടാ. ഈ ബ്ലൗസ് സൂപ്പറായിട്ടില്ലേ? ഈ പച്ച ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ എടുക്കുക. ഇത് എടുക്കുമ്പോൾ എനിക്കൊരു കുറച്ച് തെളിച്ചുള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാരി ആയിരിക്കും മിക്കവാറും ഞാൻ ഉടുക്കുക. പിന്നെ അടുത്തത് എൻ്റെ ഒരു ചുവന്ന സാരിയാണ്. അതിന് ഈ ബ്ലൗസ് സ്യൂട്ടാണ് അല്ലേ? ഇത് അടിപൊളിയല്ലേ? ഇത് സാരി മതിയില്ല. അപ്പോ ചേട്ടൻ പറയുന്നത് സാരി മതി എന്നാണ് പറയണത്. അപ്പൊ ഈ സാരി, ഈ ചുമപ്പ് സാരി
ഭയങ്കര രസമാണ്. എല്ലാം കാഞ്ചീപുരമാണ് കേട്ടോ. എൻ്റെ സാരികളെല്ലാം കാഞ്ചീപുരം സാരിയാണേ. എല്ലാ സാരികളും കേട്ടാ, ഇത് സൂപ്പറാണ്. അപ്പം ഈ ഒരു മഞ്ഞ ബ്ലൗസ് ഇട്ടിട്ട് ഇതും, ഈ മഞ്ഞ ബ്ലൗസ് ഇട്ടിട്ട് ഇതും, മുടിയൊക്കെ കെട്ടി വെച്ചതല്ലേ, രാവിലത്തെ പണിയോട് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇറങ്ങാൻ നിൽക്കുക. ഇതെന്റെ ഒത്തിരി ഇതാ ഇതും ഇതിലേതെങ്കിലും ഒരു സാരി ആയിരിക്കും മിക്കവാറും ഞാൻ എടുക്കാട്ടാ. അടിപൊളിയായില്ലേ? അല്ലെങ്കിൽ ഈ ബ്ലൗസ് ഇട്ടാൽ മതി. ഇതിന് ഈ ബ്ലൗസ് ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് തന്നെയാണ് നല്ലത്. ഇതായിരിക്കും നല്ല രസമായിരിക്കും. അപ്പൊ ഈ രണ്ട് സാരി കൊടുക്കാം അല്ലെ. ഇതിലത്തെ ഏതെങ്കിലും ഒരു സാരി നമുക്ക് സ്യൂട്ട് ആക്കിയിട്ട് ഇതിൽ ഏതാ വേണ്ട? ബ്ലൂ മതിയോ? ബ്ലൂ ആണ് ഏട്ടൻ പറയുന്നത്, ബ്ലൂ മതി എന്നാണ്. അതോ ഈ മിന്ത്രയിലെ മോഡേൺ ബ്ലൗസ്, ഇത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ മേടിച്ചത് മിന്ത്രയിൽ നിന്ന് മേടിച്ച മോഡേൺ ബ്ലൗസ് ഇട്ടിട്ട് വേണ്ടോ? അത് ഇത് എടുക്കണോ? അതാ സിമ്പിൾ, ഇതും മോഡേൺ തന്നെയാണ് സാരല്ല. ഇതിലെ ഏതെങ്കിലും ഒരു കുറിപ്പ്. അപ്പൊ തീരുമാനമായി, സാരിയാക്കി. ചുരിദാർ വേണ്ട എന്നുള്ള ഒരു തീരുമാനമായി. പാർട്ടിയുണ്ട്, അതായത് റിസപ്ഷനും നമുക്ക് പാർട്ടി എന്നാണല്ലോ പണ്ടുള്ളവരൊക്കെ പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഇത് പാർട്ടി. ഇതെന്റെ തേർഡ് സാരി ആയിരുന്നു, തേർഡ് സാരിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. എല്ലാം കാഞ്ചീപുരം തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ സെക്കൻഡ് സാരി ആയിരുന്നു. അപ്പോൾ ഇതില് രണ്ട് സാരി. പിന്നെ അപ്പൊ ചുരിദാർ വേണ്ടല്ലോ. അപ്പൊ ചുരിദാർ വേണ്ടെന്ന് വെച്ചു ഞാൻ. ഇനിയിപ്പോ എന്റെ പാവാടകളൊക്കെ എവിടെയാണെന്ന് ഇടാവാട. ഓ, അതെവിടെയോ ആണ്. അപ്പൊ അതൊക്കെ ഏതോ ഒരു ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, കുളികൂടാ ഉയർത്ത് കുളിച്ചിടോ. അപ്പൊ ഇതൊന്ന് പറഞ്ഞു വന്നത് എന്താ വെച്ചാലേ, ഇതൊന്ന് തയ്ക്കണം. ഇത് എവിടെ നിന്ന് തയ്ക്കണം. ഇത്തിരി പുഴക്കത്തില്ല ഞാൻ എടുത്ത് അപ്പൊ എനിക്ക് ഇതൊന്നും ഇവിടെ എഴുതി കഴിഞ്ഞാൽ ബ്ലൗസിനും ഒരു ഫിറ്റ് ആവും, അല്ല ബ്ലൗസിനും ഒരു ഉറപ്പാവും. ഇതിനൊക്കെ ഒരു സ്റ്റിച്ചിങ് അല്ലേ ഉള്ളൂ, അല്ലെ? ഒറ്റ സ്റ്റിച്ചിങ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇപ്പുറത്തും കൂടി പിടിച്ചടിക്കുമ്പോ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പൊ അതിന് ഇത്തിരിയുടെ ഉറപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് തയ്പ്പിക്കും വേണം. ഇതാണ് തീരുമാനിച്ചത്. എൻ്റെ വെള്ളം വീണൊക്കെ, എൻ്റെ വിയർപ്പിന്റെ വെള്ളമൊക്കെ വീണ. അപ്പൊ നമുക്ക് ഇത് സെറ്റ് ആവുക അല്ലെ. ഇത് അപ്പൊ അങ്ങനെ അടിപൊളിയാണ്. കല്യാണം എന്ന് പറഞ്ഞത് കുറെ വർഷമായി. ഇപ്പൊ കല്യാണം കൂടിയിട്ട് കുറെ വർഷമായി. ഞാൻ കല്യാണത്തിന് പോയിട്ടില്ല, അതായിട്ടില്ല. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ കൂടിയിട്ട് പിന്നെ ഈ സാരി എടുക്കുമ്പോ ഇത് ഞങ്ങള് മധുരയിൽ പോയപ്പോ പൂനം സാരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാട്ടോ. നല്ല ഷിഫോണിന്റെ. ഇതുവരെ ഒറ്റ പ്രാവശ്യം കൊണ്ട് എടുത്തുള്ളൂ. ഇത് ഞാൻ ഉടുത്തിട്ടേ ഇല്ല, ഒരു ദിവസം ഉടുക്കണത്. ഇതിന് നല്ല ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒറ്റ ബ്ലൗസും പാകില്ലേ. അത് ഇതിനുള്ള ഒരു ബ്ലൗസ് അടുപ്പിച്ചതാണ് ചുമപ്പ്, പക്ഷെ അതും പാകില്ല. ആ സുരേഷ് ചേട്ടൻ, അംബിക ചേച്ചി, അവരടിക്കുമ്പോൾ നല്ല ഫിറ്റിലടിച്ചിട്ടേ ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ബ്ലൗസ് നമുക്ക് ഫിറ്റ് ആവും. അഴിച്ചിടാൻ ഇട്ടിട്ടുണ്ടാവും, പിന്നെ അഴിച്ചിട്ടിട്ട് വരുമ്പോഴേക്കും അതൊരു എനിക്കാണെങ്കിൽ ഇൻഫ്ലമേഷൻ ഉള്ള ബോഡിയാണല്ലോ. എനിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പൊ കാരണം ഇതൊന്നും പറ്റില്ല. ഈ പൂനം സാരി കേട്ടോ, ഇതാണ് ആ പൂനം സാരി. ഭയങ്കര രസമാണ്. ഇതെന്റെ കെട്ട് സാരി, ഇതെന്റെ കെട്ട് സാരി. ഒരുപാട് സ്വപ്നം. ഈ കെട്ട് സാരി എത്ര 20,000 ആണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇത് മറച്ച് പിടിച്ചിട്ടാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഞാൻ നിവർത്തി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ ഇത് സാരി. അപ്പോഴേ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ സാരി കണ്ടില്ലേ, ഇതാണ് എൻ്റെ കെട്ടി സാരി. ഇനി അതൊക്കെ മടക്കി വെക്കണം. ഇനി അപ്പോൾ സാരി സെലക്ഷൻ കഴിഞ്ഞാൽ. ജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.